ശബരിമലയിലെ പവിത്രമായ ആചാരങ്ങളെ പോലും അഴിമതിക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിടുന്നത്. 2018 ശബരിമലയിൽ നടന്ന ദീപപ്രശ്നത്തെ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനുള്ള ആയുധമാക്കി മാറ്റിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. വിശ്വാസികളെയും ഭക്തലക്ഷങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ക്രമക്കേടുകളാണ് നടന്നതെന്ന് SIT കരുതുന്നു. ഇതിന്റെ ഭാഗമായി ദീപപ്രശ്നത്തിൽ പങ്കെടുത്ത 10ഓളം പ്രമുഖ ദൈവജ്ഞരുടെ മൊഴിയെടുക്കാനാണ് SITയുടെ തീരുമാനം. ആചാരപരമായ കാര്യങ്ങളിൽ മനഃപൂർവ്വം ഇടപെടലുകൾ നടന്നോ എന്നാണ് പരിശോധിക്കുന്നത്. ശബരിമലയിലെ ആറാട്ടുത്സവത്തിനിടെ ആനയിടന സംഭവത്തിന് പിന്നാലെയാണ് 2018 ദീപപ്രശ്നം നടത്താൻ തീരുമാനിച്ചത്. ഈ സാഹചര്യം സ്വാഭാവികമായി ഉണ്ടായതാണെങ്കിലും ഇതിനുശേഷം നടന്ന ചർച്ചകളും തീരുമാനങ്ങളും കൃത്യമായ തിരക്കഥയുടെ ഭാഗമായിരുന്നുവെന്ന് SIT സംശയിക്കുന്നു. ദീപപ്രശ്ന വിധിയിലൂടെ പൊന്നമ്പലമേട്ടിൽ പുതിയ ക്ഷേത്രം പണിയണമെന്ന ആവശ്യം ഉയർന്നു വന്നത് എങ്ങനെയെന്നത് ദുരൂഹമാണ്. അതീവ സുരക്ഷാ മേഖലയായ പൊന്നമ്പലമേട്ടിൽ ഇത്തരമൊരു നിർമ്മാണം ആരുടെ താല്പര്യമായിരുന്നു എന്നതിൽ SIT വിശദമായ പരിശോധന നടത്തും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നിഗൂഢ ശക്തികളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. കേസുമായി ബന്ധപ്പെട്ട് അകാലത്തുണ്ടായിരുന്ന എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും മൊഴിയെടുക്കും. ദേവസ്വം ബോർഡിലെ ചില പ്രമുഖരും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന സംശയം ശക്തമാണ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് സ്വർണം കടത്തിയെന്നാണ് SIT വിലയിരുത്തുന്നത്. അതിനിടെ കേസിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇടപെട്ടിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാനാണ് EDയുടെ നീക്കം. കേസിലെ പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ ആവശ്യപ്പെട്ട് ED SITക്ക് ഔദ്യോഗികമായി കത്തയച്ചു കഴിഞ്ഞു.